സ്വീറ്റ് പൊട്ടാറ്റോ. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് നന്നായിട്ട് ചിരണ്ടി കഴുകി പീസാക്കി ഒരു ഇഡ്ഡലി കുക്കറിനകത്ത് അടുക്കി വയ്ക്കുക. വെള്ളത്തിലിട്ട് ഒരിക്കലും ഇത് വേവിക്കരുത്. ഇതിനെ ക്ലീനാക്കി പീസാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതിനെ ഇഡ്ഡലി കുക്കറിനകത്തിട്ട് ആവി കയറ്റാം. എല്ലാം ക്ലീനാക്കി കുക്കറിനകത്ത് എല്ലാം തട്ടിയിട്ട് ഇനി ഇത് അടച്ചു വെച്ച് പാകമാകുന്നവരെ ആവി കയറ്റാം. സ്വീറ്റ് പൊട്ടാറ്റോ വെന്തോ എന്ന് നമുക്ക് നോക്കാം. വെന്തോന്നറിയാൻ നമ്മൾ അതുകൊണ്ടൊന്ന് കുത്തി നോക്കും. നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഈ ഫുഡ് കലോറി കുറഞ്ഞ ഒരു ആഹാര പദാർത്ഥമാണിത്. വെയിറ്റ് കുറയ്ക്കാനൊക്കെ ബെസ്റ്റാണ്. ഇതിനകത്ത് വിറ്റാമിൻ എയും സിയും മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും ബെസ്റ്റ് ഇത് ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ്. മറ്റു വിധത്തിലും നമുക്ക് വയ്ക്കാം, പക്ഷേ ബോയിൽ ചെയ്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരം. ഷുഗർ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാം എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡായതിനാൽ വലുതായിട്ട് വിശപ്പൊന്നും തോന്നത്തില്ല ഇത് കഴിച്ചാൽ. പക്ഷേ ഏത് ഫുഡായാലും നമുക്ക് അമിതമായി കഴിച്ചാൽ അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. ഇതും ആവശ്യത്തിന് നമുക്ക് കഴിക്കാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഫുഡാണിത്. ആർക്കും കഴിക്കാം, ഷുഗർ ഉള്ളവർക്കും കഴിക്കാം. കാരണം ഇതിനകത്ത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. ഇന്നത്തെ പ്രിപ്പറേഷൻ റെഡിയായി. ഇതിനെ നമുക്ക് പകർന്നൊരു പാത്രത്തിലോട്ട് ആക്കാം. പാത്രത്തിലേക്ക് പകർന്നു. ഇത് ഇതിൻ്റെ വേവെന്ന് പറയുന്നത് ഈ അവസ്ഥയിലാണ്. കാണാം നമുക്ക്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മൊത്തം വെന്ത രീതിയിൽ നമുക്ക് കിട്ടും. ഈ പരുവത്തിന് ഇത് വേവിച്ചെടുക്കണം. ആവി കയറ്റിയാണ് ഞാൻ വേവിച്ചേക്കുന്നത്.